അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം വളരെ ഭംഗിയായി സമാപിച്ചു അല്ലേ. ഇതിനെ എതിർത്തും അനുകൂലിച്ചും ഒരുപാട് വിശ്വാസികളും അവിശ്വാസികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ രംഗത്ത് വന്നു. ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തത് എന്തോ ആണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അല്പം വോട്ടിന് വേണ്ടി, ചെറിയ അധികാര ലാഭത്തിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കേരളത്തിന്റെ വികസനത്തെ മരവിപ്പിച്ച് നടത്തുന്ന ഈ ഒരു രാഷ്ട്രീയ രീതി ഉണ്ടല്ലോ, അതൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ നശിച്ചു കഴിഞ്ഞു. സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം സുപ്രീം കോടതി അനുവദിച്ചല്ലോ. അത് നടപ്പിലാക്കാൻ വേണ്ടി ഇടതുപക്ഷം ശ്രമിച്ചപ്പോൾ ആ ഒരു നവോത്ഥാനത്തിന്റെ പിന്നാമ്പുറം തേടിപ്പോയവര് ഇന്നും ശബരിമലയുടെ യഥാർത്ഥ വികസനത്തിന് വേണ്ടി എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു അനുഭവം. അതായത് ഇവര് യഥാർത്ഥ വിശ്വാസികളാണോ അവിശ്വാസികളാണോ എന്ന് ജനം തീരുമാനിക്കട്ടെ. എന്ത് ചെയ്യാം, കേരളത്തിലെ പ്രധാന ഒരു ദൈവത്തെ, നമ്മുടെ സാക്ഷാൽ അയ്യപ്പനെ ദർശിക്കുവാനും അനുഗ്രഹം വാങ്ങുവാനുമുള്ള ഒരു അവസരം സുപ്രീം കോടതി നൽകിയിട്ട് പോലും അത് വേണ്ട എന്ന് മുഖം തിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ സ്ത്രീകളെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എന്ത് വികസനം വന്നാലും എതിർക്കപ്പെടേണ്ടതാണെന്നുള്ള ഒരു ചിന്ത ജനങ്ങളിലേക്ക് കുത്തിവെക്കുക, അത് മാധ്യമങ്ങളും ഒരു പരിധി വരെ ഉണ്ട് കേട്ടോ. സിൽവർ ലൈനെ ഇപ്പോഴും എതിർക്കുന്ന മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും ഈ നാട്ടിലുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ വിഷം ജനങ്ങളുടെ ഉള്ളിലേക്ക് കുത്തി വയ്ക്കുന്നത്. നാളെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്താൽ എത്തുന്ന ഒരു സംവിധാനം വേണ്ട എന്ന് പറയാൻ ജനങ്ങൾക്ക് ഇൻജക്ട് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുവാനുള്ള ഒരു മാധ്യമപ്പണി ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ചൈനയിലൊക്കെ ഓടുന്ന ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനുകൾ ഉണ്ടല്ലോ, മണിക്കൂറിൽ 300 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന 300 കിലോമീറ്റർ. ഈ 300 കിലോമീറ്റർ സ്പീഡിലുള്ള ഒരു ബുള്ളറ്റ് പ്രൂഫ് ട്രെയിൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ 2 മണിക്കൂർ മതി. 2 മണിക്കൂർ ദൂരം വളരെ കുറയുകയാണ്. ഒരു മനുഷ്യൻ എത്ര സ്പീഡാകുമോ അത്ര സ്പീഡിലേക്ക് എത്തുകയാണ്. ഇതിനൊക്കെ എതിരെ ആണ് ഉമാ തോമസ്. ഈ കേരളയിൽ പോലെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ വികസനപരമായ വിഷയങ്ങൾ ഉറപ്പായിട്ടും ചർച്ചയാകും. അത് ഏതെങ്കിലും തരത്തിൽ UDF ഒരു തിരിച്ചടിയോ പ്രശ്നങ്ങളാകും. ആർക്കാണ് ഇത്ര പെട്ടെന്ന് 14 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിൽ എത്തേണ്ട ഒരു കാര്യം എന്താണ്? 12 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിലേക്ക് നല്ല ആവശ്യമുണ്ടോ? എന്തിനാണ് ഇത്ര സ്പീഡ്? എന്തിനാണ് ഇത്ര വേഗത? എന്താണ് ഇത്ര ധൃതി? ആർക്കാണ് ഇത്ര ധൃതി എന്നൊക്കെ ചോദിക്കുന്നത്. ഇവരോടൊക്കെ എന്ത് പറയും? നിങ്ങളുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. വരും തലമുറയ്ക്ക് ഇത് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനത്തിലാണ് നിങ്ങളെയൊക്കെ ജനം അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ വികസനത്തിനെതിരെ പുറംതിരിഞ്ഞ് നീയാന്ന് പറയുമ്പോണ്ടല്ലോ, അതിനൊക്കെ എതിരെ ജനങ്ങൾ തന്നെ മറുപടി പറയും നാളെ. ഉമാ തോമസ്, നിങ്ങളുടെയൊക്കെ കൊച്ചുമക്കളൊക്കെ ചോദിക്കും, അമ്മ, വല്യമ്മ, എന്താണ് അന്ന് നിങ്ങൾ എതിർത്തത്? ഞങ്ങൾക്കൊക്കെ ഇവിടെയൊക്കെ വികസനത്തിന്റെ അവസരങ്ങളല്ലേ നിങ്ങൾ നിഷേധിച്ചെന്ന് നിങ്ങളോടൊക്കെ മുഖത്ത് നോക്കി ചോദിക്കും ഒരു കാലത്ത്. യുവതലമുറ ഈ ചോദ്യങ്ങൾ ചോദിക്കുക ഉമാ തോമസിനോട് മാത്രമല്ല കേട്ടോ, VD സതീശനോട് ചോദിക്കും, കോൺഗ്രസിനോട് ചോദിക്കും, BJP യോട് ചോദിക്കും. നിങ്ങളൊക്കെയാണ് നാളെ വരുന്ന സമൂഹത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി വഴിമുടക്കികൾ എന്ന് ജനം വിലയിരുത്തും. ഒരുപക്ഷെ നമുക്കൊന്നും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല, നമ്മുടെയൊക്കെ തലമുറയ്ക്ക് അനുഭവിക്കാൻ പറ്റും. കൊച്ചിയിൽ നിന്ന് ശബരിമലയിലേക്ക് മെട്രോ സർവീസ് വരുന്ന കാഴ്ച നിങ്ങളൊന്ന് ആസ്വദിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. കാരണം ശബരിമല എയർപോർട്ടിന്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പം ആ ഏരിയയിൽ മുഴുവൻ വികസനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങും. ശബരിമലയിലേക്ക് കൊച്ചിയിൽ നിന്ന് മെട്രോ സർവീസ് അതിവിദൂരമൊന്നുമല്ല. ഇതൊക്കെ കേരളത്തിന് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അന്നും കുറച്ചാളുകൾ ഇവിടെ വികസന വിരോധികളായിട്ട് കല്ലെറിഞ്ഞും കാർക്കിച്ചു തുപ്പിയും